കേരള PSCയുടെ 10 ലിസ്റ്റുകളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അപ്പം 10 വ്യത്യസ്തമായിട്ടുള്ള ലിസ്റ്റുകൾ, അതായത് പോലീസ് കോൺസ്റ്റബിൾ, സബ് ഇൻസ്പെക്ടർ തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഷോർട്ട് ലിസ്റ്റുകൾ ഇപ്പോൾ കേരള PSC റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കാം, അതുപോലെ തന്നെ ആരൊക്കെ കട്ട് ഓഫിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അതായത് എത്ര കട്ട് ഓഫ് ഓരോ ലിസ്റ്റിനും വന്നിട്ടുണ്ട്, എത്ര പേര് ഓരോ ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട്, ഓരോരോ ലിസ്റ്റുകൾ ഏതൊക്കെ കാറ്റഗറി നമ്പറിൽ വരുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോ ഭാഗത്തിലൂടെ ഞാൻ ചർച്ച ചെയ്യുന്നതായിരിക്കും. 10 ലിസ്റ്റുകളാണ് ടോട്ടൽ ഉള്ളത്. ഇത് ഒന്നാമത്തെ ലിസ്റ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ തംബ്നെയിലിൽ ഒരു കട്ട് ഓഫ് കൊടുത്തിട്ടുണ്ടാവും. ആ കട്ട് ഓഫ് ചിലപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതിയ എക്സാമിൻ്റെ കട്ട് ഓഫ് ആയിരിക്കില്ല. കാരണം ഇതിപ്പോൾ നിങ്ങൾ കോൺസ്റ്റബിളിനായിരിക്കും എഴുതിയിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സബ് ഇൻസ്പെക്ടറിൻ്റെ ലിസ്റ്റാണ്. ഇതിൻ്റെ കട്ട് ഓഫ് വേറെ ആയിരിക്കും. അപ്പോൾ ഏറ്റവും കുറവുള്ള ഒരു കട്ട് ഓഫ് ആയിരിക്കും ഞാൻ തംബ്നെയിലിൽ കൊടുത്തിട്ടുണ്ടാകും. കാരണം അത്ര കട്ട് ഓഫ് കുറവുള്ളവർ വരെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ആ ലിസ്റ്റിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓരോ ലിസ്റ്റുകളും 1 by 1 ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് കട്ട് ഓഫിൻ്റെ മുകളിൽ മാർക്ക് ഉണ്ടെന്ന് ഉറപ്പ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്യാൻ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ആദ്യത്തെ ലിസ്റ്റിലേക്ക് കിടക്കാം. കാറ്റഗറി നമ്പറാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. 510/2024 ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് വന്നിട്ടുള്ളത് സബ് ഇൻസ്പെക്ടർ പോലീസ് SI പോസ്റ്റിലേക്ക് വന്നതാണ്. ഓപ്പൺ മാർക്കറ്റ് സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷനാണ്. അതായത് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റിയ ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു. സോ 510/2024 ഈ ഒരു ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള റോൾ നമ്പർ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഫിസിക്കൽ മെഷർമെൻറ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും. സോ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാവുന്നതാണ്. ഈ ലിസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടോട്ടൽ 536 ഉദ്യോഗാർത്ഥികളാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് ഒന്നാമത്തെ ലിസ്റ്റാണ്. അതുപോലെ മെയിൻ ലിസ്റ്റിലായിട്ട് 329 ഉദ്യോഗാർത്ഥികളും സപ്ലിമെൻ്ററി ലിസ്റ്റിലായിട്ട് 207 ഉദ്യോഗാർത്ഥികളുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 57 ഇതിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഈ മാർക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലോ ഉള്ളവരായിരിക്കും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവുക എന്നും കൂടി ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് അടുത്ത ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അത് പോലീസ് കോൺസ്റ്റബിളിൻ്റെതാണ് കേട്ടോ. പോലീസ് കോൺസ്റ്റബിൾ സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 484/2024 കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത്. ആംഡ് പോലീസ് ബറ്റാലിയൻ സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു SC/STക്ക് വേണ്ടിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെ ആയിരുന്നു. ഇടുക്കിൻ്റെ ഇതിന് മുമ്പ് വന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ CPOൻ്റെ വന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. അതിന് പുറമേയുള്ള സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ്റെതാണ് കേട്ടോ. ഇത് കാറ്റഗറി നമ്പർ നോക്കിയാൽ മതി. നിങ്ങൾ എഴുതിയ കാറ്റഗറി നമ്പർ തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തിരിക്കുന്നതായിരിക്കുമല്ലോ. അപ്പോൾ കേരള പോലീസ് കോൺസ്റ്റബിളിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC/ST ഇൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് എന്ന് കൂടി ശ്രദ്ധിച്ചിരിക്കുക. 484/2024 കാറ്റഗറി നമ്പർ. സോ അതിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ 263 പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ 210, സപ്ലിമെൻ്ററിൽ 53 ഉദ്യോഗാർത്ഥികളാണ്. കട്ട് ഓഫ് വന്നിട്ടുള്ളത് 45.33, അതായത് 45.33 ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു മാർക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലോ നേടിയവരായിരിക്കും ലിസ്റ്റിൽ ഉണ്ടാകുക എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഇനി അടുത്തൊരു ലിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 509/2024 ഇത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരാണ് കേട്ടോ. ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കോൺസ്റ്റബിൾ, അതായത് കോൺസ്റ്റബിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ഹെഡ് കോൺസ്റ്റബിൾ, അതുപോലെ പോലീസ് കോൺസ്റ്റബിൾ ആൻഡ് ഓഫീസ് ഓഫ് മറ്റുള്ള സ്ഥലത്ത്, അതായത് വിജിലൻസ്, അങ്ങനെ ഒരുപാട് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഓരോ സ്ഥലത്തുള്ളവർക്ക് SIയിലേക്കുള്ള പ്രൊമോഷൻ എഴുതാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ. അപ്പോൾ അധികം അത് പറയുന്നില്ല, സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വിളിച്ചതാണ്. കാരണം ഡിപ്പാർട്ട്മെൻറ്റുള്ളവർക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ 509/2024 അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ളതാണ്. അത് കോൺസ്റ്റബിളറി ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് അമോങ് ഡ്യൂട്ടിയിൽ സർവീസിലുള്ളവരിൽ നിന്ന്, ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിളിച്ചതാണ്. അപ്പോൾ അതിൽ 52 പേരാണ് ടോട്ടലി ഉൾപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കട്ട് ഓഫ് എന്ന് പറയുന്നത് 51.33. സോ ഈ ഒരു ലിസ്റ്റ് മാത്രമേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. ഇത് മൂന്നാമത്തെ ലിസ്റ്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 4ാമത്തേതിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. ഇനി അടുത്ത ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 740/2024 ആംഡ് പോലീസ് ബറ്റാലിയൻ തൃശ്ശൂർ KP 2 ആണ് കേട്ടോ. CPOൻ്റെ റിസൾട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ എത്രയാണ് കട്ട് ഓഫ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. ടോട്ടൽ 820 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 310 ഇതിൽ സപ്ലിമെൻ്ററിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം. മെയിൻ ലിസ്റ്റിൽ, പ്രധാന ലിസ്റ്റിൽ, അതായത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് 510 പേരുമാണ്. 58 കട്ട് ഓഫ്. ഈ ഒരു മാർക്കിലോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ നേടിയവർ ലിസ്റ്റിൽ ഉണ്ടാകുമെന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതിനുശേഷം അടുത്ത ലിസ്റ്റ് വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 740/2024 തന്നെയാണ്. CPOൻ്റെ ലിസ്റ്റ് തന്നെയാണ്. പോലീസ് കോൺസ്റ്റബിൾ ലിസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മലപ്പുറം MSPൻ്റെ ലിസ്റ്റാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. MSPയിലേക്ക് അപേക്ഷിച്ചവർ, മലപ്പുറം ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ MSPയിലേക്ക് അപേക്ഷിച്ചവർക്ക് 740/2024 നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ മിനിമം +2 ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോലീസ് കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അതിൽ
എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ 1307 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 496 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും മെയിൻ ലിസ്റ്റിൽ 811 പേരുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ കട്ട് ഓഫിലേക്ക് നമുക്ക് കിടക്കാവുന്നതാണ്. കട്ട് ഓഫ് 58 വന്നിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് 58 മെയിൻ ലിസ്റ്റിലാണ് കേട്ടോ. 58 അതിൽ മുകളിലോ മാർക്ക് വാങ്ങിയവരെന്താണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ചിലപ്പോൾ അതിൽ താഴെയുള്ളവരും ഉണ്ടാവും. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് 58 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ മാർക്ക് നേടിയവരുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സോ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് 6ാമത്തെ ലിസ്റ്റാണ്. ഇത് 6ാമത്തെ ലിസ്റ്റാണ്, ശ്രദ്ധിച്ചിരിക്കുക. എത്ര നേരം 5 ലിസ്റ്റുകൾ നമ്മൾ പറഞ്ഞു. അടുത്ത കാറ്റഗറി നമ്പർ 484/2024 അപ്പോൾ ഇത് പോലീസ് കോൺസ്റ്റബിൾ തന്നെ, പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റ് നിങ്ങൾക്ക് ഇവർ കാണാൻ സാധിക്കും. പോലീസ് കോൺസ്റ്റബിൾ തന്നെയാണ്, പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് SC STക്കുള്ള ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ആയിരുന്നു. MSPയിലേക്ക് തന്നെ, മലപ്പുറത്തേക്കുള്ള ഒരു MSP ഇതിലേക്കുള്ള ഒരു പ്രത്യേക സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് SC ST ഉദ്യോഗാർത്ഥികൾക്കുള്ളതാണ്. അപ്പോൾ അതിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ കട്ട് ഓഫ് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. 318 പേരാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 65 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും മെയിൻ ലിസ്റ്റിൽ 253 പേരുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. കട്ട് ഓഫ് വരുന്നത് 50.67 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഈ ഒരു മാർക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലോ വാങ്ങിയവർ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്ത ലിസ്റ്റിലേക്ക് കിടക്കാം, അതായത് 7ാമത്തെ ലിസ്റ്റിലേക്ക് കിടക്കാം. സോ ഇതാണ് അടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത്. 508/2024 അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ CPO പോസ്റ്റാണ് ഇവിടെ, ഐ മീൻ സബ് ഇൻസ്പെക്ടർ SIൻ്റെ പോസ്റ്റാണ്. SIൻ്റെ കാറ്റഗറി നമ്പറാണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആമഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റാണ്. ഓപ്പൺ മാർക്കറ്റ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വിളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആമഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വിളിച്ചിട്ടുള്ള ആമഡ് പോലീസ് ബറ്റാലിയൻ പോസ്റ്റാണ്, ശ്രദ്ധിച്ചിരിക്കുക. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫും കാര്യങ്ങൾ എത്ര വന്നിട്ടുണ്ട്, എത്ര പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ 155 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഐ മീൻ ടോട്ടൽ 155 പേര്, 115 പേരാണ്. 115 പേര് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 63 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും 52 പേര് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിലുമായിട്ട് ഉൾപ്പെട്ടതായിട്ടുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ കട്ട് ഓഫ് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കട്ട് ഓഫ് എന്ന് പറയുന്നത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ കട്ട് ഓഫ് 62.67 കട്ട് ഓഫ് വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇത് വരുന്നത് ആമഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ളതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആമഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ഓപ്പൺ മാർക്കറ്റ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ 8ാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത്. 484/2024 KP2ലേക്ക് തൃശ്ശൂരേക്ക് വിളിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് കേട്ടോ. SC STക്ക് വേണ്ടി വിളിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ CPOൻ്റെ ആണ്, ഇത് CPO തന്നെയാണ്, ആമഡ് പോലീസ് ബറ്റാലിയനാണ്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്, SC STക്ക് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ അതിൻ്റെ ഈ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ 261 പേരാണ് ടോട്ടൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മെയിൻ ലിസ്റ്റിൽ 207 പേരും, അതുപോലെ തന്നെ നമ്മുടെ സപ്ലിമെൻ്ററി ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 52 പേരുമാണ് ഉള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇതിൻ്റെ കട്ട് ഓഫിലേക്ക് നമുക്ക് കിടക്കാവുന്നതാണ്. എത്രയാണ് കട്ട് ഓഫ് വന്നതെന്ന് നോക്കാം. ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 54 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ 54 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ മാർക്ക് വാങ്ങിയവരാണ് ഇതിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് അടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് 740/2024 9ാമത്തെ ലിസ്റ്റാണ്. ഇത് നമ്മുടെ KP4, അതായത് നമ്മുടെ കാസർഗോഡ് CPO പോസ്റ്റാണ്. ആമഡ് ബറ്റാലിയൻ നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ KP4ൻ്റെ, അതായത് നമ്മുടെ CPO മിനിമം +2 ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന CPOൻ്റെ ലിസ്റ്റാണ്. അപ്പോൾ അതിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ 1214 പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ 746 പേരും, അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 468 പേരുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ കട്ട് ഓഫ് കൂടി നമുക്ക് നോക്കാം. 56.67 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റ്, ഐ മീൻ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട കട്ട് ഓഫാണിത്. ഈ ഒരു മാർക്കിലോ ഇതിൻ്റെ മുകളിലോ മാർക്കുള്ളവരാണ് ഈ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മാർക്കും അല്ല അതിൻ്റെ മുകളിലൊക്കെ ഉള്ളവർക്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ലിസ്റ്റും കൂടി നോക്കാം. ഇനി ഏറ്റവും അവസാനത്തെ 10ാമത്തെ ലിസ്റ്റാണ് നിങ്ങളിവിടെ കാണുന്നത്. 10ാമത്തെ ലിസ്റ്റ് പോലീസ് കോൺസ്റ്റബിളിൻ്റെ അല്ല, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 477/2024 ഇത് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പോസ്റ്റിൻ്റെ ആണ് കേട്ടോ. ഇതൊരു മാറ്റമുണ്ട്. ഇത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലേക്ക് മുമ്പ് വിളിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു കാറ്റഗറി നമ്പറിൽ അപേക്ഷ സമർപ്പിച്ച വുമൻസിൻ്റെ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അതിൽ ടോട്ടൽ ഉൾപ്പെട്ടിട്ടുള്ള 413 പേരാണ്. 214 പേര്, അതായത് 199 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് 214 പേര് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആകെ മൊത്തം 413 പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ കട്ട് ഓഫ് വരുന്നത് 65.67 ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആ ഒരു മാർക്കിനും അതിൻ്റെ മുകളിലൊക്കെ മാർക്ക് നേടിയവരാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സോ ഈ ഒരു PDF-കളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നേരെ താഴെ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഓൾസോ കമൻറ്റ് ബോക്സിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. മൊത്തം ലിസ്റ്റുകളും അവിടെ ലിസ്റ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1 by 1 ആയിട്ട് അവിടെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കി ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ലിസ്റ്റുകൾ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട.